ഓട്ടാടി അവന് ഹുസൈൻ ബോൾട്ട് അവൻ. എന്തൊക്കെ സംഭവിച്ചാൽ ഞാൻ അവന്റെ മുടി വെട്ടും. അതാണ്. നിങ്ങൾക്കൊക്കെ എന്താണ് പ്രശ്നം അവന്റെ മുടി വെട്ടിയിട്ട്? ചേച്ചി അങ്ങനെ പറയരുത്. അവന്റെ അച്ഛനും അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ് അവന്റെ മുടി വെട്ടോന്നുള്ളത്. ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂന്റെ കാര്യം. ഓ, നിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ. ഡേ, നീ അല്ലേ വാക്ക് കൊടുത്തത്? അതിൽ വല്ല കാര്യമൊന്നുമില്ല. എന്ത് കാര്യമില്ലാത്ത എന്റെ വാക്കിന്? നിനക്കേ കുറച്ച് ഓവറാണ് എല്ലാ കാര്യത്തിലും. ആറി ഓവർ? നീ നീയാണോ ഓവർ? അയ്യോ ദൈവമേ, വളർന്നു വരുന്ന ഒരു പെൺകൊച്ചാണ് ഇടിച്ച് തകർത്തേ. ഇടി കണ്ണി ചോരണ്ടാടി ദുഷ്ട നിനക്ക്. മൃഗോടി നീ, മൃഗം. ആരടി മൃഗം? ആരടി മൃഗം? ഞാൻ മൃഗം. ഇപ്പൊ ഓവർ കണ്ണൻ ചേട്ടനാണ്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കണ്ണന്റെ മുടി വെട്ടിയിരിക്കും. വെട്ട അത് ഞാൻ എന്റെ ശ്വാസം ഒന്ന് നേരെ വിട്ടോട്ടെ. ഡേ, നിനക്ക് അവൻ്റെ അടുത്ത് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? എനിക്ക് ദേഷ്യം വാശിയൊന്നുമില്ല. പക്ഷെ വര ഇപ്പൊ ചേട്ടൻ അഴുക്ക സ്വഭാവമായിട്ട് വരികയാണ്. കുളിക്കൂല, പല്ലിക്കൂല, വൃത്തിയില്ലാതെ നടക്കും. 24 മണിക്കൂർ മൊബൈൽ എടുത്ത് ഫ്രീ ഫയർ കളിച്ചോണ്ടിരിക്കും. ഈ മുടിയനായ പുത്രൻ എന്ന് പറയുന്നത്. നീ ഇതിന്റെ ഇരിക്കായിരുന്നല്ലേ? നിനക്ക് എന്തടി? ഞാൻ കുളിക്കൂലല്ലേ, ഞാൻ പല്ലിക്കൂലല്ലേ? അയ്യോ അയ്യോ, പിടിയടി പിടിയടി. നമ്മളെക്കാട്ടും കഷ്ടമാണല്ലോ. നീ ഒന്ന് അടങ്ങ്. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. ഞാനൊരു പരിഹാരം ഉണ്ടാക്കണ്ട. എനിക്ക് മുടിയുടെ കാര്യമൊക്കെ നോക്കാൻ എനിക്കറിയാം. ഒന്ന് അടങ്ങടാ നീ. എന്തോന്നിത് കണ്ണാ, കുട്ടികളായ ഇത്ര അഹങ്കാരം പാടില്ല. എന്റെ മുടിയുടെ കാര്യത്തിൽ ഞാൻ ഇച്ചിരി അഹങ്കാരം കാണും. എടാ നിന്റെ ഷോയ്ക്ക് നിന്റെ വീട്ടിൽ പോയി കാണിച്ചത് ഇവിടെ നടക്കൂല കേട്ടാ. ഒന്ന് പോയേച്ചി. കണ്ണാ, ഇത്രയും നേരം ഞാൻ നിന്നെയാണ് സപ്പോർട്ട് ചെയ്തത്, അറിയാലോ. ഇനി എനിക്ക് ആരും സപ്പോർട്ടും വേണ്ട. എന്റെ മുടിയുടെ കാര്യം നോക്കി എനിക്കറിയാം. ഇത് എന്തോന്നിത്? അതാണ് ഞാൻ പറഞ്ഞത്. കണ്ണാ, പോട്ടെ, എല്ലാം പോട്ടെ. ഇനി നിന്റെ മുടി വെട്ടാനൊന്നും ഇവിടെ ആരും പറയില്ല. വാ, ഇത്രയും നേരം നീ ഓടി തളർന്നതല്ലേ, നമുക്ക് പോയി ഫുഡ് കഴിക്കാം. എനിക്ക് ഫുഡൊന്നും വേണ്ട. അന്തരം എനിക്ക് ഫുഡ് വേണ്ടാത്ത? വേണ്ട. അതൊക്കെ കണ്ണം വരും. കണ്ണാ, ചേച്ചിയല്ലേ വിളിക്കണേ? വാ വാ, നമുക്ക് താഴെ പോവാം. ഇനി നിന്റെ മുടിയൊന്നും ഇവിടെ ആരും വെട്ടില്ല കേട്ടോ. ഓ, അവിടെ ഇരി. കണ്ണാ, നീ എന്താടാ ഇങ്ങനെ? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഡാ, നിന്റെ അച്ഛനോടോ അമ്മയോടെ ഞാൻ സംസാരിക്കാം, നിന്റെ മുടി വെട്ടാ. നിങ്ങൾ ആരെടുത്ത് സംസാരിക്കണം? എനിക്കറിയാം എന്താ സംസാരിക്കണം. കണ്ണാ, നിനക്കേ കഴിക്കാൻ എന്ത് വേണം? ദോശ വേണോ അതോ ചേച്ചി നൂഡിൽസ് ഉണ്ടാക്കി തരണോ? എനിക്കൊന്നും വേണ്ടെന്ന് തന്നെയല്ല പറഞ്ഞത്. നോക്ക് അവന്റെ ഷോ നോക്ക്. എടാ ഇവിടെ ഏറ്റവും കൂടുതൽ മുടയുള്ളത് എനിക്കാണ്. കൂടുതൽ ജോട കാണിച്ചോണ്ട് ഇതിന്റെ കാല് വരെ തൂക്കിയിട്ട് നിലത്തടിക്കും ഞാൻ. പോട്ടടി, നമ്മുടെ അനിയനല്ലേ ഇവൻ. ചേച്ചിയാണ് ഇതിനെ വഷളാക്കണത്. ഞാനാണല്ലേ ഇവനെ വഷളാക്കുന്ന. അത് ശരിയാ. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കും. നിനക്ക് എത്ര അഹങ്കാരം! കാത്തു, ഇവന്റെ വാ പൊത്തിപ്പിടി. പിങ്കി, പോയി കത്തി എടുത്തോണ്ടോ. ഇന്ന് ഇവന്റെ മുടി വെട്ടിയതേനാ ഞാൻ. വെട്ടോ? നിനക്ക് ഇത്ര അഹങ്കാരം അല്ലേ? ചേച്ചി റൂമിൽ നോക്കാ. കിട്ടിയാ? ഓക്കെ, വെട്ടണി ഇവന്റെ മുടി. വെട്ടിക്കോ. അത് വേണ്ട. കാണിക്കോ. എന്റെ കൈ വെട്ടല്ലേ. ഇവിടെ ഒരു സ്പാ നടത്തുകയാണ്. മിണ്ടി പോരുത്, എന്റെ കോൺസെൻട്രേഷൻ തിരിക്കരുത്. മൂക്കൊക്കെ വെട്ടി കളഞ്ഞ. എന്തിനു പിള്ളേരെ കാണിച്ചേ? ആരും ഇത് ഇടപെടരുത്. അതെ, പിങ്കി അവന്റെ മുടി കൊടുത്തോണ്ടല്ലോ. നല്ല രസം.
മോളെ മോളെ ചെയ്ത് ഇടപെടരുത്. ദേ, അനങ്ങാതിരുന്നോ, അനങ്ങാതിരുന്നോ. അറിയാലോ എന്റെ സ്വഭാവം. കയ്യൊക്കെ പിടിച്ച് വെച്ചിട്ട് ഓ ഈ അച്ഛൻ അച്ഛൻ മിണ്ടാതിരി അച്ഛാ. മര്യാദ പറഞ്ഞാണ് ഇവനുണ്ടല്ലോ പ്രായത്തിൽ കവിഞ്ഞുള്ള നാക്ക്. ഇനി ഇവ ഇവിടെ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇവന്റെ മുടി ഇന്നും വെട്ടിയിട്ടേ ഉള്ളൂ കാര്യം. ഇവിടെ എല്ലാം പിടിച്ചു കുറച്ച് വെട്ടിയാൽ മതി. ഇപ്പൊ എങ്ങനെയുണ്ട്? മിടുക്കനായിട്ടുണ്ട്. പഠിച്ചല്ലേ പിന്നെ ഞാൻ ഈ തൊഴിലങ്ങ് സ്ഥിരമാക്കിയല്ലോ നാലേ. നന്നായിരിക്കും. നാട്ടുകാരുടെ അമ്മയുടെ ചേച്ചിയുടെ ഒക്കെ മുടി തന്നെ വെട്ടും. അതെ ആദ്യം ചേച്ചിരും നിന്റെ അച്ഛനെ പിടിച്ചിരുത്തി മുട്ടയടി. അമ്മേ ഇനി നീ ഭക്ഷണം കൊടുക്ക്, വയറ് നിറച്ച് ഇവൻ കഴിക്കട്ടെ. അതെ ക്ഷീണം മാറ്റാൻ കുറച്ച് ഹോർലിക്സ് കലക്കി എടുക്കട്ടോ. ഇതെന്ത് ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്